السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അഭിവന്യരിൽ വന്യരായ ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആഗതനായതിന്റെ ഉദ്ദേശം അഭിനവ നൂറ്റാണ്ടിലെ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം സംസാരിക്കാനാണ്. അതിനെനിക്ക് തൗഫീഖ് നൽകിയ ജഗനീയൻ ദാവായ നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, വർത്തമാന സാഹചര്യം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദൂഷ്യമായ ഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്ത് അനുപമമായ പുരോഗമനങ്ങളും അധീനമായ പുരോയാനങ്ങളും നേടിക്കൊണ്ട് ഒരിടം ഇസ്ലാം ശോഭനമാക്കുന്ന പുണ്യകാഴ്ചയും സദാവസരം തന്റെ കൂടെ പിറവിയായ ഇസ്ലാമിക വിദ്വേഷം കാത്തുസൂക്ഷിക്കുന്ന ബോൾഷെവിക തുർക്കുകളുടെ ക്രൗര്യ കാഴ്ചയുമാണ്. പ്രത്യുത രണ്ട് ഘടകങ്ങൾ സമ്മേളിക്കുന്ന ഈ തരുണത്തിൽ വിദ്യ അഭ്യസിക്കുന്ന ഓരോ മുസ്ലിം പൗരന്റെ മേലിലും അഭിവാജ്യമായ ഒന്നാണ് സത്യത്തിലേക്കുള്ള വിരൽ അഥവാ പരിശുദ്ധമായ പ്രബോധനം. അതുകൊണ്ട് തന്നെയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പറഞ്ഞത്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലദീ ഹിയ അഹ്സൻ. വിശ്വവിഖ്യാത പണ്ഡിതന്മാരുടെ ഭാഷയിൽ സ്ഥലകാല സാഹചര്യത്തോട് സമരപ്പെടുന്ന പ്രബോധനത്തെ യുക്തിഭദ്രമായ പ്രബോധനമെന്ന് നിർവചിക്കാം. മദ്യവും മദിരാശിയും പോരാട്ടവും ബലാത്സംഗവും കുലത്തൊഴിലാക്കി മാറ്റിയിരുന്ന ഒരു ദുഷ്ട സാഹചര്യത്തിൽ ജീവിത വിശുദ്ധിയായിരുന്നു ഏറ്റവും വലിയ യുക്തി. അത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുവാചവൃന്ദങ്ങളെയും നിറവേറ്റി. പിന്നെ ഒരു കാലഘട്ടം അത് പോരാട്ടങ്ങളുടെയും പോർവിളികളുടെയും കാലഘട്ടമായിരുന്നു. അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവും താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവും ഉത്ബത്ത് ഇബ്നു റാഫിഅ റളിയല്ലാഹു അൻഹുവും പടയോട്ടത്തിന്റെ പടപ്പാട്ട് സൃഷ്ടിച്ചു. ഇനിയും ഒരു കാലഘട്ടം ശാസ്ത്രീയ നവോത്ഥാനത്തിന്റെയും മുന്നേറ്റത്തിന്റെയുമായിരുന്നു. ക്രിസ്ത്യൻ പാതിരിമാർ അതിനെ ഒരു മതവിരുദ്ധ പ്രവർത്തനമായി പ്രഖ്യാപിച്ച വേളയിൽ ഇബ്നു സീറയും അൽ ജാബിറും അൽ ബിറൂനിയും ഇവിടെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന നക്ഷത്ര പ്രപഞ്ചങ്ങളായി. എന്നാൽ ഇനിയും ഒരു കാലഘട്ടം ചരിത്രത്തിന്റെ ആഴപ്പരപ്പുകളെ തേടിയുള്ളതായിരുന്നു. ചരിത്ര പഠനത്തിന്റെ അമൂല്യമായ മൂന്ന് മുത്തുമണികളെ അന്വേഷിച്ചുകൊണ്ട് ഇത്തരണത്തിൽ ഇബ്നു ഖൽദൂനിയും തുസരിയും മസഊദിയും വിപ്ലവത്തിന്റെ വീരഗാഥകളായി. എന്നാൽ വർത്തമാന യുഗം അത് ടെക്നോളജിയുടെ യുഗമാണ്. അത് ഇന്റർനെറ്റിന്റെയും യുഗമാണ്. അത് ഫേസ്ബുക്കിന്റെയും നിംബസിന്റെയും യുഗമാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ ഉപയുക്തമായി കൊണ്ടിരിക്കുന്ന യുഗമാണ്. ലോകത്തിലെ ബഹുഭൂരിഭാഗം മീഡിയകളും ഇംഗ്ലീഷിലൂടെ ഉപയുക്തമായി കൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ ഇംഗ്ലീഷിലെ ഗ്ലോബൽ ലാംഗ്വേജായി സ്വീകരിക്കുകയും ചെയ്ത ഇത്തരുണത്തിൽ വിദ്യാഭ്യസിക്കുന്ന ഓരോ മുസ്ലിം പൗരന്റെ മേലിലും അഭിവാജ്യമായ ഒന്നാണ് സത്യത്തിലേക്കുള്ള വിരൽ. അതുകൊണ്ട് തന്നെയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മൻ അറഫ ലഗത ഖൗമിൻ മനാ മക്റഹും. ഏതൊരു സമൂഹത്തിന്റെ ഭാഷയാണോ നമുക്ക് സുപരിചിതം, അവരുടെ കണിവലകളിൽ നിന്നും മുക്തമാവൽ എന്ന പണ്ഡിത വാക്യത്തിന് ഇവിടെ പ്രസക്തിയേറുന്നു. പ്രത്യേക മതവും സമന്വയവും സമഞ്ജസവുമായി പഠിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഈ ലോകം പ്രതീക്ഷിക്കുന്നത്. അവരിലൂടെ മാത്രമേ ഇസ്ലാം കാണിന്റെ മതമെന്ന് പ്രചരിപ്പിച്ചവരോട് ഇസ്ലാം സ്നേഹ സന്ദേശമാണെന്ന് പറയാൻ സാധിക്കൂ. അവരിലൂടെ മാത്രമേ ഇസ്ലാമിന്റെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെൺവാണിഭനായിരുന്നുവെന്ന് സന്തോഷാശംസകളാക്കിയ പത്രമാധ്യമക്കാരോട് ഇസ്ലാമിന്റെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുണ്ട യുഗത്തിലെ പൗർണമിയായിരുന്നുവെന്ന് വിളംബരം ചെയ്യാൻ സാധിക്കൂ. അവരിലൂടെ മാത്രമേ ഖുർആൻ അധർമ്മത്തിന്റെ മാന്യഭാഷ എന്ന് പരിചയപ്പെടുത്തിയവരോട് ഖുർആൻ ധർമ്മത്തിന്റെ ഭരണഘടനയാണെന്ന് പറയാൻ സാധിക്കൂ. കവിയുടെ വചനങ്ങൾ നമ്മളുടെ മന്യന്തരങ്ങൾക്ക് പ്രചോദനമേകട്ടെ. വണ്ടർഫുള്ളി ഇഫ് എ മാൻ എ കറക്റ്റ് മാൻ എ തിങ്ക്ഫുൾ മാൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആകാശഗംഗയിൽ